ഹായ് ഗൈസ്. ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങൾ അച്ഛനെ വിളിക്കാൻ പോവാണ്. അപ്പോൾ അവിടുന്നുള്ള എയർപോർട്ട് കാണാൻ പറ്റും. അവിടുന്ന് എന്ന് പറഞ്ഞു പോകുന്ന കാണാം. അപ്പം ഞങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിലാ. അച്ഛൻ വരാനും അരമണിക്കൂറൊക്കെ കാണും. ഞങ്ങള് രാത്രിയിലായിരിക്കും വരുന്നേ. രാത്രി എത്ര മണിക്കാന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ കാറിൽ ട്രിവാൻഡ്രം എയർപോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരുടെ കുറേ സെൽഫീസും ഫോട്ടോസും അപ്പോൾ വേണ്ട ഏകദേശം ട്രിവാൻഡ്രം ഇങ്ങനെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ രണ്ടുപേരും നല്ല ജോലിയായിട്ടിരിക്കുകയാണ്. കാരണം അച്ഛൻ വരുമ്പോഴത്തേക്ക് കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടും. അച്ഛൻ്റെ കൂടെ ഓരോരുത്തരത്തൊക്കെ പോവാം. അപ്പോൾ അതുകൊണ്ട് രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ്. രണ്ടുപേരും കൂടി ഇങ്ങനെ എന്താ പറയുന്നത്, ഭയങ്കര ഡിസ്കഷൻസൊക്കെ നേരത്തെ കഴിഞ്ഞ് അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭയങ്കര കട്ട വെയിറ്റിംഗാണ്. അപ്പം 6:30ക്കാണ് ഫ്ലൈറ്റ് ലാൻഡിങ്. എയർ അറേബ്യക്കാണ് വരുന്നത്. അപ്പം ഓൾറെഡി റോഡിലൊക്കെ നല്ല ട്രാഫിക് ആയത് കുറേ ലേറ്റായി. അപ്പം അതിൻ്റെ കുറച്ച് ടെൻഷനിലാണ് ഞാൻ. അപ്പം ഏകദേശം എത്താറായി. കഴക്കൂട്ടം അടുത്തെത്തി. പോകുമ്പോൾ ഇങ്ങനെ റോഡൊക്കെ കണ്ടു പോകാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാൾ. പക്ഷേ കുറേ നാളുകൊണ്ട് ഈ പുറത്തുനിന്നുള്ള കാഴ്ചകൾ മാത്രമേ അകത്ത് കയറി കയറാൻ പറ്റും. ഇപ്രാവശ്യമെങ്കിലും ഒന്ന് കയറണമെന്ന് വിചാരിക്കുന്നു. നടക്കുമെന്ന് അറിയത്തില്ല. കാരണം ചിലപ്പോൾ അന്ന് ചിലപ്പോൾ സ്റ്റേഷനിൽ അറിയത്തില്ല. എല്ലാം നമുക്ക് പോകാൻ ടൈം കിട്ടില്ല. ഏകദേശം ലുലു മാൾ കഴിഞ്ഞ് എയർപോർട്ട് എത്താറായി. അതിൻ്റെ എയർപോർട്ടിലോട്ടുള്ള വഴിയാണ്. എയർപോർട്ടിൽ കയറി രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു എൻട്രൻസ് ഭാഗമാണ്. അപ്പം അതും കഴിഞ്ഞ് അകത്തോട്ട് കയറി. പണ്ടത്തെ ഓപ്പോസിറ്റ് നന്മയൊക്കെ അതല്ലേ ഇപ്പോഴത്തെ വന്നിട്ടുള്ളത്. അത് നാട്ടിൽ ഇവിടെ നമ്മുടെ ഇതിനകത്തുള്ള സർവീസ് വേണ്ടിയിട്ടല്ലേ അദാനി കൊടുത്തിട്ടില്ല. ഫ്ലൈറ്റ് ലാൻഡിങ് കാണാൻ വേണ്ടിയിട്ട് മുകളിൽ നമ്മുടെ എയർപോർട്ടിൻ്റെ തെക്കുവശത്തായിട്ട് മെയിൻ പാലത്തിൻ്റെ മുകളിൽ പോയി നിൽക്കുകയാണ്. മീൻസ് ഏട്ടൻ്റെ ആ ഒരു ഫ്ലൈറ്റ് ലാൻഡിങ്
ഞാൻ എല്ലാ പ്രാവശ്യം പറയും വീട്ടിൽ പോയി നിന്ന് കാണണം. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും മക്കളെയും കൂട്ടി വീട്ടിൽ പോയി ചെറുതായിട്ട് ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇങ്ങനെ കാണാം. പക്ഷേ ഫോൺ അതുകൊണ്ട് ജസ്റ്റ് ചെറുതായി അതാണോ ഫ്ലൈറ്റാണോ? അതെ അതെ, ക്ലിയർ ആകത്തില്ല. അതൊരെണ്ണം മാത്രം ജസ്റ്റ് പോകാൻ. പക്ഷേ എൻ്റെ എല്ലാം അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പോകുന്നൊരു ഫ്ലൈറ്റായിരുന്നു. അപ്പം നേരത്തെയൊക്കെ കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റുമായിരുന്നു, ഇപ്പം കാണാൻ പറ്റത്തില്ല. മാത്രമേ ഉള്ളൂ. ഒരു ഫ്ലൈറ്റ് മിന്നായം പോലെ ഇങ്ങനെ ജസ്റ്റ് കണ്ടു. ഇങ്ങനെ ആ ഒരു ലാൻഡിങ് കറക്റ്റ് ടൈമാണ് 6:35. 6:30 ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ മിന്നായം പോലെ കണ്ടു. പക്ഷേ പിന്നെ അത് കണ്ടില്ല. ഹലോ ഗായ്സ്, നമ്മളിപ്പം തിരുവനന്തപുരം എയർപോർട്ടിൽ ഇരിക്കുകയാണ്. നമ്മൾ അച്ഛനെ വിളിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് കാണാം. ഓക്കെ, എൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അച്ഛനെ കഴിച്ചിട്ട് എൻ്റെ അച്ഛനെ വരുന്നത്. അപ്പോൾ ഇത്രയും നാളത്തെ കാത്തിരിക്കുന്നത്